പൊതുവേ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാകുമ്പോഴോ, നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുമ്പോഴോ, നമ്മളുടെ സ്വഭാവം അതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന ബിലീഫിലേക്ക് പോകരുത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ്. നമ്മളിൽ വിശ്വാസമുണ്ടായിരിക്കണം, നമ്മളുടെ കഴിവുകളിൽ വിശ്വാസമുണ്ടായിരിക്കണം, നമ്മളുടെ ലക്ഷ്യങ്ങളിൽ വിശ്വാസമുണ്ടായിരിക്കണം. ആ ജേണിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ നേരിടുന്ന ചലഞ്ചസിലൊന്നും പതറിപ്പോവാതെ മുന്നോട്ടേക്ക് പോകാൻ ആ ബിലീഫ് സ്ട്രോങ് ആയിരിക്കണം, ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ ഉള്ളിൽ നമുക്കുള്ള വിശ്വാസം, നമ്മളുടെ കഴിവിൽ നമുക്കുള്ള വിശ്വാസം, നമുക്ക് നേടാൻ പറ്റുന്ന വലിയ വലിയ ഉയർച്ചകളിൽ, വലിയ വലിയ ലക്ഷ്യങ്ങളിൽ നമുക്കുള്ള വിശ്വാസം, അത് സ്ട്രോങ്ങായി നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ തേർഡ് സ്റ്റേജിൽ നമുക്ക് ബാക്കിലേക്ക് പോകാതെ മുന്നോട്ടേക്ക് കൂടുതൽ ഉന്മേഷത്തോടെ പോകാൻ കഴിയും. അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മന്ത്ര എന്ന് പറയുന്നത് റെപ്പറ്റീഷനാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ട രീതിയിൽ അപ്രീസിയേഷൻസ് കിട്ടാതെ വരുമ്പോഴോ, വേണ്ട രീതിയിൽ പ്രോത്സാഹനം കിട്ടാതെ വരുമ്പോഴോ, അക്നോളജ്മെൻറ്റ്സ് നമ്മളത് ആൾക്കാർ അക്നോളജ് ചെയ്യുന്നില്ലെങ്കിലോ, നമ്മളുടെ വർക്കിനെ അല്ലെങ്കിൽ നമ്മളുടെ കഴിവിനെ, നമ്മളുടെ ലക്ഷ്യങ്ങളെ, അവിടെയൊന്നും നമ്മൾ തളർന്നോ പോകാതെ റിപ്പീറ്റായിട്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഉള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മന്ത്ര റെപ്പറ്റീഷനാണ്. എഗെയിൻ എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ഡൂയിങ് തിങ്സ്. റിപ്പീറ്റഡ്ലി നമ്മൾ ആ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ നേച്ചറായി അത് മാറും, നമ്മളുടെ സ്വഭാവമായി അത് മാറും, നമ്മളുടെ രീതിയായി അത് മാറും. പിന്നീടത് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഈസിനെസ്സോട് കൂടി ചെയ്യാൻ പറ്റുന്ന മികവുള്ള നമ്മളുടെ ഒരു ഏരിയയായി മാറും.